കെ സുധാകരനും വി ഡി സതീശനും തമ്മിലെ പോര് വീണ്ടും ചർച്ചയാകുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നടപടിയിൽ പരസ്യമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ്. KPCC നേതൃക്യാമ്പിൽ അധ്യക്ഷൻ കെ സുധാകരനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് സതീശൻ പറഞ്ഞു. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും പുറത്തു പറയാൻ കൊള്ളില്ല. മണ്ഡലം പുനഃസംഘടനയിൽ എ ഗ്രൂപ്പും കെ സുധാകരനെതിരെ രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് സുധാകരനെതിരെ കടുത്ത വിമർശനമുയർന്നത്. നേരത്തെയും KPCC അധ്യക്ഷന്റെ നടപടികളിൽ വി ഡി സതീശന് അതൃപ്തിയുണ്ടായിരുന്നു. പലതവണ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രയും വിമർശനമുയർന്നിട്ടും സുധാകരൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നേരത്തെയും KPCC അധ്യക്ഷന്റെ പല നിലപാടുകളിലും വി ഡി സതീശന് അതൃപ്തിയുണ്ടായിരുന്നു. അത് അദ്ദേഹം പരസ്യമായി തന്നെ പല യോഗങ്ങളിലും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒടുവിലാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ഏറെ കാലത്തിന് ശേഷം ചേർന്നപ്പോൾ കെ സുധാകരനെതിരെ വി ഡി സതീശൻ തുറന്നടിച്ചത്. KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണ്, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും പുറത്തു പറയാൻ കൊള്ളില്ല എന്നിങ്ങനെയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്. കൂടാതെ കൂടോത്ര വിവാദത്തിലടക്കമുള്ള അതൃപ്തി വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വി ഡി സതീശന് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അസംതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലുമുള്ള അതൃപ്തി AICC നേതൃത്വത്തെ വി ഡി സതീശൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നേതൃക്യാമ്പിലെ മറ്റ് യോഗങ്ങളിലൊന്നും തന്നെ വിമർശനം ഉണ്ടായിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയം, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയായത്. വിമർശനം രാഷ്ട്രീയകാര്യ സമിതിയിൽ മാത്രമായി ഒതുക്കുകയായിരുന്നു. കൂടോത്ര വിവാദത്തിലടക്കമുള്ള അതൃപ്തിയാണ് വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല അതൃപ്തികളും സതീശൻ AICCയെ അറിയിച്ചിരുന്നു. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലുള്ള ചുമതലകൾ മുതിർന്ന നേതാക്കൾ ഏറ്റെടുത്തുവെന്നത് യോഗത്തിന്റെ നേട്ടമായി പുറത്തു വരുമ്പോഴാണ് കടുത്ത വിമർശനവും ഉയരുന്നത്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കം മുറുകുന്നതിന്റെ സൂചന കൂടിയാണ് രാഷ്ട്രീയകാര്യ സമിതിയിലെ ഈ പൊട്ടിത്തെറി. പുനഃസംഘടനയിൽ എ ഗ്രൂപ്പിനെ പൂർണ്ണമായും അവഗണിച്ചതിലുള്ള അതൃപ്തി KC ജോസഫും പ്രകടിപ്പിച്ചിരുന്നു. ആരാണ് മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിക്കുന്നതെന്ന് KC ജോസഫ് ചോദിച്ചു. പ്രധാന നേതാക്കളെ പ്രാദേശിക തലത്തിൽ അവഗണിച്ച് താൽപ്പര്യക്കാരെ നേതൃത്വത്തിലേക്ക് ഉയർത്തിയെന്ന വിമർശനമാണ് ഉയർന്നു കേട്ടത്. നാട്ടുകാരെ കൊണ്ട് തമ്മിലടിപ്പിക്കുന്നവരെന്ന് പറയിപ്പിക്കരുതെന്ന ആവശ്യം KC വേണുഗോപാൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് വിമർശനം. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമാണ് കെ സുധാകരനെ പിന്തുണയ്ക്കുന്നതെന്ന് നേതൃത്വത്തിനുള്ളിൽ തന്നെ പരസ്യമായ രഹസ്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ KPCC അധ്യക്ഷനെ മാറ്റാനുള്ള നീക്കം നടന്നിരുന്നു. എന്നാൽ ലോക്സഭാ ഫലം പുറത്തു വന്നപ്പോൾ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സാഹചര്യത്തിൽ KPCC അധ്യക്ഷനെ മാറ്റുന്നത് ശരിയല്ല എന്ന നിലപാടാണ് KC വേണുഗോപാൽ എടുത്തത്. ഈ ഒരു തീരുമാനത്തിന് ചെന്നിത്തലയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ സുധാകരനെതിരെ വി ഡി സതീശൻ രംഗത്ത് വന്നതോടെ സുധാകരനും സതീശനും തമ്മിലുള്ള പോര് മുറുകുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തനിക്ക് പറയാനുള്ളതൊക്കെ വി ഡി സതീശൻ തുറന്നടിച്ചതോടെ KPCC അധ്യക്ഷൻ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള പുതിയൊരു പോരിന് തുടക്കം കുറിച്ചതോടൊപ്പം കോൺഗ്രസ് നേതൃത്വം വിമർശിക്കപ്പെടാൻ ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കുക കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്.